ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റഡി കോർണർ ഓൺലൈൻ ക്ലാസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് 2ാം ക്ലാസ്സിലെ മലയാള പുസ്തകത്തിലെ 1ാമത്തെ അധ്യായമായ മഴയോ മഴ എന്ന പാഠഭാഗം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും റെഡിയല്ലേ? നമുക്ക് ഒന്നിച്ച് പഠിക്കാം. അതായത് കൂട്ടുകാരെ, മഴയോ മഴ എന്ന പാഠഭാഗത്ത് മഴയെക്കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ? പേര് പോലെ തന്നെ മഴയെക്കുറിച്ചുള്ള വർണ്ണനയിലുള്ള ഒരു കവിതയാണ് നമ്മൾ മലയാളം പാഠഭാഗത്തിലെ ഫസ്റ്റ് ചാപ്റ്ററായ മഴയോ മഴ എന്ന ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. നല്ല രസകരമായ ഒരു ചെറിയ കവിതയിലൂടെയാണ് നമുക്ക് മഴയെക്കുറിച്ച് പഠിക്കാനുള്ളത്. വായിക്കാം ഒത്തുപാടാം എന്ന പാഠഭാഗത്തിലെ ആ ഒരു ചെറിയ ചിത്രീകരണം നോക്കൂ കൂട്ടുകാരെ. എന്താണ്, എത്ര മനോഹരമായ ഒരു ചിത്രമാണല്ലേ. ഒത്തിരി കൂട്ടുകാരുണ്ട്. അവരെല്ലാം എന്താ ചെയ്യുന്നത്? അവർ മഴയത്ത് കളിക്കുകയാണ്. അവരുടെ സൗഹൃദം, അവരുടെ സന്തോഷം എല്ലാം നമുക്ക് ആ ഒരു ചെറിയ ചിത്രത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടല്ലേ. അവർ ആ ഒരു സന്തോഷത്തോടെയും ഒത്തിരി ആഹ്ലാദത്തോടു കൂടിയും മഴയെ വരവേൽക്കുകയാണല്ലേ. ഇനി നമുക്ക് ആ കവിതയൊന്ന് പാടി നോക്കാം അല്ലേ കൂട്ടുകാരെ. 2 പാർട്ടായിട്ടുള്ളൊരു ചെറിയ കവിതയാണ് ഫസ്റ്റ് പാർട്ട്. ആദ്യത്തെ സ്റ്റാൻസ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. മഴ 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 പെയ്യണ്, പുഴ 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 നിറയണ്, മഴ മഴയത്ത് നനയണ്, കുടയില്ലാത്ത കുട്ടിയോള് കുടയില്ലാത്ത കുട്ടിയോള്, മഞ്ഞ് മഞ്ഞ് പെയ്യണ്, മണ്ണ് കുളിരണ്, മഞ്ഞത്ത് തണുക്കണ്, പുതപ്പില്ലാത്ത കുട്ടിയോള് പുതപ്പില്ലാത്ത കുട്ടിയോള്. ഇനി നമുക്ക് കവിതയുടെ ആശയം എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ. മഴയെക്കുറിച്ചാണ് പറയുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് എന്ന് കൂടെ നമുക്ക് നോക്കാം അല്ലേ. കവിതയുടെ ആദ്യത്തെ ഭാഗം നോക്കൂ. മഴ 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 പെയ്യണ്, പുഴ 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 നിറയണ്. മഴ പെയ്യുന്നത് മൂലം പുഴ നിറയാണല്ലേ. എങ്ങനെയാണ് പുഴ നിറയുന്നത്? മഴ പെയ്യുമ്പോൾ നമുക്ക് ധാരാളം വെള്ളം ലഭിക്കും. ധാരാളം എന്താണ് ലഭിക്കുന്നത്? വെള്ളം ലഭിക്കുന്നുണ്ട്. അതുമൂലം പുഴ നിറയാണ്. പിന്നെന്താ പറയുന്നത്? മഴ മഴയത്ത് നനയണ്, കുടയില്ലാത്ത കുട്ടിയോള്. ചിത്രത്തിൽ നോക്കൂ, കുടയില്ലാത്ത കുട്ടികൾ കളിക്കുന്നുണ്ടല്ലേ മഴയത്ത്. അപ്പോൾ അവർ നനയുന്നുണ്ടല്ലേ. അപ്പോൾ മഴയത്ത് പുഴ നിറയുന്നുണ്ട്, അതുപോലെ മഴയത്ത് നനയുന്നുണ്ട്. ആരാ നനയുന്നത്? കുടയില്ലാത്ത കുട്ടികൾ നനയുന്നുണ്ട്. ഇത്രയുമാണ് ആദ്യത്തെ ആ ഒരു ഭാഗത്ത്, കവിതയിലെ ആദ്യത്തെ ആ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. കവിതയുടെ 2ാമത്തെ ഭാഗം നോക്കൂ. മഞ്ഞ് പെയ്യണ്, മണ്ണ് കുളിരണ്. മഞ്ഞ് പെയ്യുന്നുണ്ടല്ലേ. നല്ല ശക്തമായ കാറ്റിലും മഴയിലും എന്തുകൂടെ പെയ്യുന്നുണ്ട്? മഞ്ഞ് കൂടെ പെയ്യുന്നുണ്ട്. മണ്ണ് കുളിരണ്. ആർക്കാണ് അവിടെ കുളിരുന്നത്? മണ്ണിലോട്ടാണ് മഞ്ഞ് പെയ്യുന്നത്. മണ്ണിന് കുളിരുന്നുണ്ടല്ലേ, തണുക്കുന്നുണ്ടല്ലേ. പിന്നെന്താ പറയുന്നത്? മഞ്ഞത്ത് തണുക്കണ്. മഞ്ഞത്ത് തണുക്കുന്നുണ്ട്. ആർക്കാണ് തണുക്കുന്നത്? അവിടെ നോക്കൂ, ചിത്രത്തിലോട്ട് നോക്കൂ. പുതപ്പില്ലാത്ത കുട്ടികൾ. അവിടുത്തെ കുട്ടികൾക്ക് പുതപ്പുണ്ടോ? അവർ മഴയത്ത് കളിക്കുകയാണ്. അവർക്ക് നല്ല തണുക്കുന്നുണ്ട് ല്ലേ. നമ്മളൊക്കെ മഴ വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? വീട്ടിൻ്റെ ഉള്ളിൽ പുതപ്പൊക്കെ പുതച്ച് നല്ല രീതിയിലിരിക്കും. പക്ഷെ ഇവിടുത്തെ കുട്ടികൾ നോക്കൂ, അവർ കളിക്കുകയാണല്ലേ, മഴയിൽ കളിക്കുകയാണ്. അപ്പോൾ അവർക്ക് പുതപ്പില്ലാത്ത കുട്ടികളായതുകൊണ്ട് തന്നെ അവർക്ക് നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടല്ലേ. അപ്പോൾ അതാണ് 2ാമത്തെ ഭാഗത്ത് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു കവിത പൂർത്തിയാക്കുന്ന സമയത്ത് മഴയെക്കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ളൊരു വിശദീകരണവും ചിത്രീകരണവും നമ്മുടെ മനസ്സിലോട്ട് ഓടി വരുന്നുണ്ട് അല്ലേ കൂട്ടുകാരെ. അത്രയും മനോഹരമായിട്ടാണ് ഈ ഒരു കവിതയിലൂടെ മഴയെക്കുറിച്ച് പറയുന്നത് അല്ലേ. എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്കൊന്നുകൂടി നോക്കാം അല്ലേ. എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? മഴയത്ത് മഴ പെയ്യുമ്പോൾ പുഴ നിറയുന്നുണ്ട്. ധാരാളം വെള്ളം ലഭിക്കുന്നത് കൊണ്ട് തന്നെ പുഴ നിറയുന്നുണ്ട്. മഴയത്ത് നനയുന്നുണ്ട്. ആരെല്ലാമാണ് നനയുന്നത്? കുടയില്ലാത്തവരെല്ലാം നനയുന്നുണ്ടല്ലേ. മഴയത്ത് കളിക്കുന്നവരെല്ലാം നനയുന്നുണ്ട്. അതുപോലെ ശക്തമായ മഴയിലും കാറ്റിലും മഞ്ഞുകൂടെ പെയ്യുന്നുണ്ട്. മഞ്ഞ് പെയ്യുമ്പോൾ ആരും കൂടെ കുളിരുന്നുണ്ട്? നമ്മുടെ മണ്ണ് കൂടെ കുളിരുന്നുണ്ടല്ലേ. അതുപോലെ തണുത്ത് വിറക്കുന്നുണ്ടല്ലേ. ആരാണ് തണുത്ത് വിറക്കുന്നത്? മഴയത്ത് കളിക്കുന്ന കുട്ടികൾ, പുതപ്പില്ലാത്ത കുട്ടികളൊക്കെ തണുത്ത് വിറക്കുന്നുണ്ടല്ലേ.
അപ്പം മഴയും തണുപ്പും കാറ്റും മഞ്ഞും എല്ലാം നമ്മുടെ മനസ്സിലോട്ട് വരികയാണല്ലേ ഈ ഒരു ചെറിയ കവിത നമ്മൾ വായിച്ച് പഠിച്ച് കഴിയുന്ന സമയത്ത്. അപ്പോൾ കൂട്ടുകാരെ നന്നായിട്ട് കവിത വായിക്കണേ. മഴയോ മഴ എന്ന ഒരു ചെറിയ കവിതയാണ്, നമുക്കത് പെട്ടെന്ന് വായിച്ച് തീർക്കാനായിട്ട് പറ്റുന്നതാണ്. നന്നായിട്ട് കവിത വായിക്കണേ. അപ്പോൾ നമ്മുടെ ഈ ഒരു കവിത ഇവിടെ അവസാനിക്കുകയാണ് കൂട്ടുകാരെ. എല്ലാവരും നന്നായി വായിച്ച് പഠിക്കുക. നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.